ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ നെല്ലിക്ക കാന്താരി ചിക്കൻ ഗ്രില്ലാണ്. ഇതിലേക്ക് നമ്മൾ ഏകദേശം ഒരു 1 kg ഓഫ് ചിക്കൻ എടുത്തിട്ട് ഒരു 8 പീസ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്കത് വലിയ വലിയ പീസാക്കിയിട്ട് എടുക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ കട്ട് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ചെറിയ പീസാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് മിനിമം ഒരു 1 ഹവറെങ്കിലും വെക്കുക. എന്നാൽ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. ഉള്ളിലേക്കൊന്ന് ഉപ്പൊക്കെ പിടിച്ചോളും. അപ്പോൾ ഒരു 1 ഹവർ വെക്കുക റെസ്റ്റിന് വേണ്ടിയിട്ട്. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട മിക്സ്ചേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. മിക്സ്ചറിന് വേണ്ടിയിട്ട് ഒരു സ്മോൾ പീസ് ഓഫ് ജിഞ്ചർ, 7 to 8 ഗാർലിക്ക്. അത് നിങ്ങൾക്ക് ചെറിയ ഗാർലിക്കാണെങ്കിൽ കൂടുതൽ എടുക്കാം കേട്ടോ. ഞാൻ വലുതായതുകൊണ്ടാണ് ഈ ഒരു എമൗണ്ട് എടുത്തത്. പിന്നെ ഗ്രീൻ ചില്ലി, അത്യാവശ്യം എരിവുള്ള ഗ്രീൻ ചില്ലി ആയതുകൊണ്ടാണ് ഞാനൊരു 2 ഗ്രീൻ ചില്ലി എടുത്തിട്ടുള്ളത്. പിന്നെ എൻ്റെ അത്യാവശ്യം എരിവുള്ള കാന്താരിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് കാന്താരിയും ഗ്രീൻ ചില്ലിയൊക്കെ നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് എടുക്കണം. പിന്നെ ഉപ്പിലിട്ട കാന്താരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഉപ്പിലിട്ട കാന്താരി നെല്ലിക്കയ്ക്ക് ഉപ്പിലിട്ടതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉപ്പ് നമ്മൾ ആഡ് ചെയ്യുന്നതുകൊണ്ട് നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ നെല്ലിക്കയാണെങ്കിലും ഒരു 4 നെല്ലിക്ക കുഞ്ഞ് പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് മിക്സിയിൽ വേണമെങ്കിൽ ക്രഷ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഞാനിവിടെ അമ്മിയാണ് യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് അമ്മിയിൽ യൂസ് ചെയ്യാൻ അരയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അമ്മി യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് എടുക്കാം. നമ്മൾ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 hour കഴിഞ്ഞപ്പോൾ ഞാൻ ചിക്കൻ എടുത്തിട്ട് അതിൽ കണ്ടോ ഇങ്ങനെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് കംപ്ലീറ്റ് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഊറ്റി വെക്കണം. ഇനി നമുക്ക് നമ്മുടെ മെയിൻ കൂട്ട് ഉണ്ടാക്കണമല്ലോ. മെയിൻ കൂട്ട് ഇത് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ട മെയിൻ കൂട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തൈര്, 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം. ഇത് രണ്ടും നന്നായിട്ട് കട്ടയൊന്നുമില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് കട്ടയൊന്നുമില്ലാണ്ട് അങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നെല്ലിക്ക കാന്താരി അരപ്പുണ്ടല്ലോ അത് ചേർക്കുക. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി, പിന്നെ ഇച്ചിരി ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല. ഗരം മസാല നിങ്ങൾക്ക് ചേർക്കാം, ഓപ്ഷനിലാണ്. അല്ലെങ്കിൽ ചിക്കൻ മസാല ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂണോളം കസൂരി മേത്തി ചേർത്തിട്ട് അതും കൂടെ മിക്സ് ആക്കുക. അതിലേക്ക് നന്നായിട്ട് നാരങ്ങയില്ലേ, അപ്പോൾ നല്ല പുളിയുള്ളൊരു ഓറഞ്ച് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, മാൻഡറിൻ. അതങ്ങ് ചേർത്ത് കൊടുത്തു. അതിൻ്റെ ഒരു ഇച്ചിരി നീര് ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഓവറായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കരുത്, കാരണം നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഓൾറെഡി എൻ്റെ ഉപ്പിലിട്ട നെല്ലിക്കയും കാന്താരിയൊക്കെ ഉപ്പിലിട്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയിട്ട് വേണം നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. നിങ്ങളുടെ ഇതിനനുസരിച്ച് ഞാൻ ഇച്ചിരി ഉപ്പേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് വീണ്ടും കുറച്ച് ടൈമും കൂടെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പം അതിന് മുൻപ് ഞാൻ ഇച്ചിരി ഒന്ന് ഞാൻ അവനിലും അതുപോലെ തന്നെ എയർ ഫ്രയറിലാണ് ഇത് മേക്ക് ചെയ്യുന്നത്. നിങ്ങൾ നോർമൽ ഗ്രില്ലാണെങ്കിൽ ഇങ്ങനെ പുകപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ അല്ലാത്തതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് പുകപ്പിച്ചെടുത്തു. ഇനി അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല, മണം ഇഷ്ടമില്ല, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേണ്ട കേട്ടോ, അത് ഓപ്ഷനിലാണ്. അപ്പോൾ ഇത് പുകപ്പിച്ചെടുത്തിട്ട് വീണ്ടും ഞാൻ ഏകദേശം ഒരു 3 hours അടുത്ത് വെച്ചിട്ടുണ്ട്. നിർബന്ധമൊന്നുമില്ല, ഒരു 1 hour മിനിമം എങ്കിലും വെച്ചാൽ മതി.
ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ടാവും. ഇനി ഇതിൽ നിന്ന് ഞാനൊരു 2 or 3 പീസ് എടുത്തിട്ട് എയർ ഫ്രയറിൽ വെക്കുന്നുണ്ട്. എയർ ഫ്രയറിൽ ഞാൻ 1 സൈഡ് ഒരു 25 മിനിറ്റ്സ് 200 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചിട്ട് ജസ്റ്റ് നമ്മളവിടെ കുക്ക് ചെയ്തെടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 2 or 3 പീസസ് ഞാൻ എയർ ഫ്രയറിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. ഇനി അവനിൽ വെക്കുന്ന പീസ് ഞാൻ അവൻ്റെ ഗ്രില്ലിൽ വെച്ചിട്ട് കുറച്ച് ബട്ടർ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അവൻ ഞാനൊരു 200 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിൻ്റെ ബോത്ത് കോയിൽസ് ചൂടാവുന്ന രൂപത്തിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. മുകളിലും താഴെയും ചൂട് വരുന്ന രൂപത്തിൽ ആണ് വെച്ചേക്കുന്നത്. ഒരു 25 മിനിറ്റ്സ് 190 ഡിഗ്രിയിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. എയർ ഫ്രയറിൽ ഏകദേശം ഒരു 25 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ടൈം ഞാനൊരു 20 മിനിറ്റും അതുപോലെ ഹീറ്റ് ഒരു 180 ചേഞ്ച് ആക്കി. അവനിലും ഞാൻ ഇതേപോലെ തന്നെ 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റും കൂടെ തിരിച്ചിട്ട് ചെയ്തു. അവനിൽ കുറച്ചുകൂടെ പെട്ടെന്ന് മുകളിലും താഴെയും കൂടെ ആയതുകൊണ്ട് ഹീറ്റ് വരുന്നതുകൊണ്ട് കുറച്ചുകൂടെ ഈസി ആയിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഈ 2 എണ്ണം കൂടെ കുക്ക് ചെയ്ത സമയത്ത് എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റി ആൻഡ് കുറച്ചുകൂടെ ഒരു ജ്യൂസി ആയിട്ട് തോന്നിയിട്ടുള്ളത് അവനിലുള്ളതാണ്. കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു കണ്ടീഷൻ ഞാൻ കാണിക്കാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന് മനസ്സിലാവും. കാരണം അവനിലാവുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആ ഒരു മുകളിലും താഴെയും കൂടെ ഹീറ്റ് വരുന്ന സമയത്ത് കുറച്ചുകൂടെ അതിൻ്റെ അകത്തുള്ള ഒരു നെയ്യും കാര്യങ്ങളൊക്കെ ഇറങ്ങി വന്ന് കുറച്ചുകൂടി ഒരു ജ്യൂസി പരിവായിട്ടുണ്ടായിരുന്നു. എയർ ഫ്രയറിൽ ഒന്ന് ഹാർഡ് ആയപ്പോൾ എനിക്ക് തോന്നി കേട്ടോ. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.